നമുക്ക് വണ്ടി ഒന്ന് ടേൺ ചെയ്യാം. അപ്പോൾ ഇത്രയും വെയിറ്റുള്ള ഇത്രയും വലിപ്പമുള്ളൊരു വണ്ടിയാണ്. ആൻഡ് ലുക്ക് അറ്റ് മീ ടേണിങ് ദിസ്. ആൻഡ് ദ ടേണിങ് റേഡിയസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു അതർ ബൈക്സ്. ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻസിലല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിലവിളി ഇംപ്രഷൻസ് എന്ന് വേണം പറയാൻ. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. മാൻ, കിടിലം. സാധാരണ ഞാൻ ഡ്യൂക്കിൽ വന്നിട്ട് ആ ചാട്ടമൊക്കെ ചാടുമ്പോൾ ഞാൻ പറന്നു പോകാറാണ് പതിവ്. ഇവർ വന്നിട്ട് ഒന്നും അറിയുന്നില്ല. വണ്ടിക്ക് റൈറ്റ് പുള്ളോ ലെഫ്റ്റ് പുള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല നിമ്പിളാണ് വണ്ടി. ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് ഇതുണ്ട്, ഫ്ലിക്ക് ചെയ്യാനൊന്നും ഒരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് ഫ്ലിക്ക് ചെയ്യാം. ബട്ട് ഐ ആം ഇൻ ലവ് വിത്ത് ദ വേ ദിസ് ബൈക്ക് ഹാൻഡിൽസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആവേസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആഫ്രിക്ക ട്വിന്നാണ്. ഇതൊരു 2019 മോഡൽ ആഫ്രിക്ക ട്വിന്നാണ്. ആഫ്രിക്ക ട്വിന്നെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു 2019 മോഡലാണ്. 998cc എഞ്ചിനാണ്. 101 PS പവറാണ് ഇവനുള്ളത്. ഇവൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 850 mm. ഫ്രണ്ടിലെ ടയേഴ്സ് അല്ലെങ്കിൽ വീൽ സൈസ് വരുന്നത് 21 ഇഞ്ചാണ്. ബാക്കിൽ വരുന്നത് 150 സെക്ഷനാണ്. ഫ്രണ്ടിൽ 90/90, ബാക്കിൽ 150 ആൻഡ് ബാക്കിൽ 18 ഇഞ്ച് വീലാണ് വരുന്നത്. ഫ്രണ്ടിൽ നിസിൻ്റെ ഡ്യുവൽ ഡിസ്ക് സെറ്റപ്പാണ്, ബാക്കിൽ സെയിം സെറ്റപ്പാണ് ബട്ട് സിംഗിളാണ്. ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് 6 ലെവൽ ഓഫ് പവർ മോഡ്സ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ABS ഉണ്ട്. അങ്ങനെ വാരിക്കോരി വെതറി വെച്ചിരിക്കുകയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. എല്ലാം ഉണ്ട്. പിന്നെ എൻജിൻ ബ്രേക്കിംഗ് സെറ്റ് ചെയ്യാനുള്ള 3 സ്റ്റേജ് എൻജിൻ ബ്രേക്കിംഗ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ട്വിക്കിംഗ് ഇതിൻ്റെ സെറ്റപ്പിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈലൻസർ സ്റ്റോക്കാണ് ഈ കാണുന്നത്. സൈലൻസറിൻ്റെ സൗണ്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. ഒരു രക്ഷയില്ലാത്ത എഫക്റ്റാണ് കേട്ടോ ഇതിൻ്റെ. സൈലൻസറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ഇയർഗാസം, അങ്ങനെ വേണം വിളിക്കാൻ. ഇയർഗാസം ഇസ് ദ റൈറ്റ് വേർഡ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 18 ലിറ്ററിൻ്റെ ഹ്യൂജ് ടാങ്കാണ്. വളരെ എർഗണോമിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ടാങ്കാണ്. ഫ്ലോയിങ് ആയിട്ടുള്ള ഡിസൈനാണ്. അതിനകത്ത് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും ബൈക്കും തമ്മിൽ ഇങ്ങനെ ഒഴുകി ചേർന്ന് ഇരിക്കുന്നൊരു ഫീലാണ്. അപ്രൈറ്റ് പൊസിഷനാണ്. ഫുട് പെഗ് വരുന്നത് നേരെ താഴെയാണ്. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് സീറ്റിംഗ് പൊസിഷനാണ്. വളരെ കമാൻഡിങ് ആണ്. ഫ്രണ്ടിൽ കാണുന്ന ഒരു വിൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടോളാണ്. നമ്മൾ ഹൈവേയിലൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ കയറുമ്പോൾ, പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇത് സ്പീഡ് കയറുന്നൊന്നും അറിയുക പോലുമില്ല. അപ്പോൾ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ഈ വിൻഡ് സ്ക്രീൻ നമ്മളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫീലാണ് വണ്ടി ഓടിക്കുമ്പോൾ. പവറെന്ന് പറഞ്ഞാൽ മാരക പവറാണ്. വാരി വെതറിയിരിക്കുകയാണ് പവർ. പിന്നെ ഈ വണ്ടിയിൽ എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ മിറേഴ്സ് കമ്പാരിറ്റീവ്ലി വണ്ടിയുടെ മൊത്തത്തിലുള്ളത് നോക്കുമ്പോൾ ഏതോ ഒരു ചെറിയ ബൈക്കിൻ്റെ മിറർ കൊണ്ടൊന്ന് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു ഫീലിംഗ് ആണ്. ബട്ട് ദാറ്റ് ഈസ് നെറ്റ് പിക്കിങ്. അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകരും. അമ്മാതിരി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടിൽ വരുന്നത് ഷോവയുടെ 45 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. ബാക്കിൽ വരുന്നത് പ്രോലിങ്കിൻ്റെ സസ്പെൻഷനാണ്. വളരെ നല്ല സസ്പെൻഷൻസാണ്. ഈ പോത്തോൾസ് കൂടിയൊക്കെ ഓടി പോകുമ്പോൾ എണീറ്റ് നിന്ന് ഓടിച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയ പോലുമില്ല. പിന്നെ ഇതിലൊരു 10,000-60,000 രൂപയുടെ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് പ്ലേറ്റ് ഒരു ടോപ്പ് ബോക്സ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എൻജിൻ ഗാർഡ് കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ആക്സസറീസ്. പിന്നെ ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ ഹാൻഡ് ഗാർഡ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കഥകൾ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം. അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പം ഞാൻ കയറിയിരുന്നു. എൻ്റെ ഹൈറ്റ് ഏകദേശം 5.7 ആണ്. എൻ്റെ റീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ടിപ്ടോ ചെയ്യാനേ പറ്റുന്നുള്ളൂ. എനിക്ക് 2 സൈഡിലും എൻ്റെ ഹീൽസ് താഴെ ടച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ വണ്ടിയുടെ കോക്ക്പിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. കോക്ക്പിറ്റിലൊരു പഴയ മെട്രിക്സ് ആണ്. ഇതൊരു പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ പഴയ ഒരു ഡിസ്പ്ലേ സിസ്റ്റമാണ്. ഇപ്പോൾ വരുന്ന കളർഫുള്ളായിട്ടുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, സ്വിച്ചസ് ഉണ്ട്.
പല ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. സ്വിച്ച് ഗിയറൊക്കെ ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. ഇത് എൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ്. ഇത് ന്യൂട്രലിൻ്റെ ബട്ടൺ ആൻഡ് ഇത് 2 ഡ്രൈവ് മോഡുണ്ട്. ഒന്ന് നോർമൽ ഡ്രൈവ് മോഡ്, പിന്നെ ഒന്ന് സ്പോർട്ട് മോഡ്. സ്പോർട്ട് മോഡിൻ്റെ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മാരക മാപ്പിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവ് മോഡിലിട്ട് ഇങ്ങോട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 5th ഗിയറിലാണ് കിടന്നിരുന്നത്. ഓൾമോസ്റ്റ് 50-60 സ്പീഡിൽ പോകുന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്ട് മോഡിലിട്ട് ചടപടയുന്ന ഗിയർ 2 താഴോട്ട് വന്നു. 3rd അപ്പോൾ 3rd ത്രോട്ടിലൊന്ന് പൊട്ടിക്കൊന്ന് കൊടുത്തപ്പോൾ തന്നെ ആശംപുറത്ത് പറന്ന് ചാടി അങ്ങോട്ട് പോവുകയാണ്. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഓപ്ഷൻസ്. പിന്നെ ഇവിടെ മോഡ് ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് മാറുന്നത്. പിന്നെ ഇതിന് വരുന്നത് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ 2 മോഡാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് മോഡാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ കൊടുക്കുക, ബ്രേക്ക് പിടിക്കുക, ആൻഡ് ബാക്കിയെല്ലാം വണ്ടി ഹാൻഡിൽ ചെയ്തോളൂ, ഒന്നും അറിയണ്ട. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് പവർ 1 ആണ്. ഇത് അപ് ടു 6 ഉണ്ട്. എൻജിൻ ബ്രേക്കിംഗ് അപ് ടു 3 ആണ്. ട്രാക്ഷൻ ലെവൽ 6 ആണ്. അതുകൊണ്ട് ഈ ഒരു 101 PS പവറിൽ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പവർ വെച്ചിട്ട് നമ്മൾ പേടിക്കുകയോ തലകുത്തി വീഴുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരുമാതിരിപ്പെട്ട ബാക്കി പണികളെല്ലാം ഇവൻ ബാക്കിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹോണ്ടയുടെ വണ്ടികൾ എടുത്തിട്ട് എന്താ പറയുക, ഓടിക്കുമ്പോൾ ഒരു ബിഗിനറെ ഇവൻ പേടിപ്പിച്ച് കൊല്ലില്ല. ഓക്കെ, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ എൻജിൻ്റെ സൗണ്ട്. ഓഹോ, ആ 4000 RPM ശേഷമുള്ള റോറെന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂട്രലാണ് വണ്ടി. നമ്മൾ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുകയാണ്. ഇത് നോർമൽ ഡ്രൈവ് മോഡ്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്ട് മോഡ്. സ്പോർട്ട് മോഡിൽ വണ്ടി വേറെ ലെവൽ പെർഫോമൻസ് ആണ്. നമ്മളിപ്പോൾ ഓടിക്കാൻ പോകുന്നത് സ്പോർട്ട് മോഡിലാണ്. അപ്പോൾ ഞാനൊരു റൗണ്ട് എടുക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി ഇത്രയും വലിപ്പമുണ്ട്, ഇത്രയും വെയിറ്റൊക്കെ ഉണ്ടെങ്കിൽ ശരി, വളരെ എർഗണോമിക് ആണ് കേട്ടോ. കാരണം നമ്മളിതിന് ഓടിക്കുമ്പോൾ റൈഡർ ഒരിക്കലും എന്താ പറയുക കഷ്ടപ്പെട്ട് ഓടിക്കുന്ന ഫീലൊന്നുമില്ല. ഭയങ്കര സിമ്പിളാണ്. ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല വണ്ടി ഓടിക്കുമ്പോൾ. ഓക്കെ, ഓപ്പൺ റോഡ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മോഡ്സ് ഉണ്ടല്ലോ, പവർ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കിടക്കുന്നത് യൂസർ എന്ന് പറഞ്ഞ മോഡിലാണ്. ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രാവൽ മോഡുണ്ട്, അർബൻ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അർബൻ മോഡിൽ ട്രാക്ഷൻ ലെവൽ ഹൈ ആണ്, എൻജിൻ ബ്രേക്കിംഗ് 2 ആണ്, പവർ മോഡ് 2 ആണ്. ആൻഡ് ഇത് ടൂർ മോഡാണ്. ഇതിനകത്ത് പവർ 1, എൻജിൻ ബ്രേക്കിംഗ് 2 ആൻഡ് ട്രാക്ഷൻ ലെവൽ 6. ഇത് യൂസറിനകത്ത് പവർ മോഡ് 3 ആണ്, എൻജിൻ ബ്രേക്കിംഗ് 2 ആണ്, ട്രാക്ഷൻ ലെവൽ കുറവാണ്. അതായത് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ഡ്രൈവ് മോഡ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവ് ഓപ്ഷൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു മോഡിലാണ് കിടക്കുന്നത്. പവർ മോഡ് 3 ആണ്, എൻജിൻ ബ്രേക്കിംഗ് ലെവൽ 2 ആൻഡ് ട്രാക്ഷൻ ലെവൽ 6ൽ നിന്ന് 3ലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് സ്പോർട്സ് മോഡിലിട്ടിരിക്കുകയാണ്.
വാവ്, അത് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ മാപ്പിങ്ങും നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സൗണ്ട് പ്രൊഫൈലിലും ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഒന്ന് ടേൺ ചെയ്യാം. ഇത്രയും വെയിറ്റുള്ള, ഇത്രയും വലിപ്പമുള്ളൊരു വണ്ടിയാണ്. ആൻഡ് ലുക്ക് അറ്റ് മീ ടേണിങ് ദിസ്. ആൻഡ് ദ ടേണിങ് റേഡിയസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു അതർ ബൈക്സ്. ഇതൊരു ഫസ്റ്റ് ടൈം റൈഡ് വീഡിയോ ആണ് എങ്കിൽ പോലും ഞാൻ വളരെ കോൺഫിഡൻസോടെ എനിക്ക് ഈ വണ്ടി ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാല് കുത്താതെ തന്നെ. ആൻഡ് ഈ വണ്ടിയിൽ എണീറ്റ് നിന്ന് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുഖം തന്നെയാണ്. ആക്ച്വലി ഇപ്പം ഞാൻ എണീറ്റ് നിൽക്കുകയാണ്. ആൻഡ് ഓഹോ, നല്ല ഒരു ഫീലാണ് കേട്ടോ. ഇത്രയും വലിയൊരു വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീല് തരാതെ കംഫർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. എവറി ഡേ യൂസിനൊന്നും ഈ വണ്ടിക്ക് പറ്റില്ല എന്നല്ല, പറ്റും. ബട്ട് സ്റ്റിൽ എവറി ഡേ യൂസിന് കൊണ്ടുനടക്കാൻ എത്ര പേരെ കൊണ്ട് പറ്റും എന്നെനിക്കറിയില്ല. ബട്ട് ഐ ആം ഇൻ ലവ് വിത്ത് ദ വേ ദിസ് ബൈക്ക് ഹാൻഡിൽസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആഫ്രിക്ക ട്വിന്നുമായിട്ട് നല്ല കട്ട ബ്ലോക്കിലൂടെ, വളരെ മോശം റോഡാണ് ഇത്, നാഷണൽ ഹൈവേ 66 ആണ്. ഇതിലൂടെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ വീഡിയോയുടെ ഭാഗമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡാണ്. ഇവിടെയാണ് നമ്മുടെ KSRTCയും കാറുകളൊക്കെ താന്നുപോയ സ്ഥലം. അപ്പോൾ ഈ ഒരു ബാഡ് പാച്ച് ഓഫ് റോഡിൽ കൂടി ഞാനിത് ഓടിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ സോഫയുടെ പുറത്ത് ചില്ലായിട്ടിരുന്ന് നെറ്റ്ഫ്ലിക്സിൽ വീഡിയോ കാണുന്ന എഫക്റ്റാണ്. സീരിയസ്ലി, എനിക്കൊരു ബാഡ് പാച്ച് ഓഫ് റോഡിൽ വണ്ടി ഓടിക്കുന്ന യാതൊരു ഫീലിങ്ങും ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ബീയിങ്, ഈ വണ്ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ക്ലച്ചും വലിക്കണ്ട, ഗിയറും ഇടണ്ട, ഒന്നും ഇടണ്ട, ജസ്റ്റ് ആക്സിലറേറ്ററും ബ്രേക്കും മാത്രം. ആൻഡ് എൻ്റെ പൊന്നൊന്നും പറയണ്ട കേട്ടോ, ഈ വണ്ടിയുടെ സൈസും വെയിറ്റും ഒന്നും എനിക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നേരമായി ബ്ലോക്കിൽ കൂടി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. വണ്ടി കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോർട്ട് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ ഇവൻ നമ്മളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കും. പിന്നെ ഹോണ്ടയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോണ്ടയുടെ വണ്ടികളെല്ലാം വളരെ എന്താ പറയുക, നമ്മളെ എത്ര പവർ ഉണ്ടെങ്കിലും ശരി നമ്മളെ പേടിപ്പിക്കില്ല. വളരെ നൈസായിട്ടാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 390 യൂസറായ ഞാൻ ഈ ഒരു 1000cc ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒരു 998cc എൻജിൻ ഓവർ 100 PS പവറുള്ള ഈ വണ്ടിയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് എനിക്ക് യാതൊരു പേടിയോ ഒന്നും തോന്നുന്നില്ല. വളരെ കംഫർട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഷോവയുടെ സസ്പെൻഷനൊക്കെ നന്നായി പണിയെടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയും ബാഡ് പാച്ച് ഓഫ് റോഡിൽ കൂടി വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഒന്നും അറിയുന്നില്ല. ഈ വണ്ടിയുടെ ടെറിട്ടറി എന്ന് പറയുന്നത് ശരിക്കും പക്ക ഓഫ് റോഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെയൊക്കെ അങ്ങ് അറ്റത്തെ ഓഫ് റോഡ്, മേ ബി ഒരു കർദുങ്ല അല്ലെങ്കിൽ ഒരു ലഡാക്ക് റൈഡൊക്കെ അടിക്കുമ്പോൾ, സ്പിത്തി റൈഡൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഓഫ് റോഡുകളാണ് ഇവൻ്റെ ടെറിട്ടറി. ഹീ ഈസ് ആക്ച്വലി മെയ്ഡ് ഫോർ ഡൂയിങ് ദാറ്റ്. ഇതൊരു ക്രോസ് കൺട്രി ടൂറിങ് ബൈക്ക് എന്നൊക്കെ വേണമെങ്കിലല്ല, ഇതൊരു ക്രോസ് കൺട്രി ടൂറിങ് ബൈക്കാണ്. ആൻഡ് ഹീ ക്യാൻ ഹാൻഡിൽ എനിത്തിങ്. എല്ലാം പുഷ്പം പോലെ. പിന്നെ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ, ABS അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഓൾമോസ്റ്റ് ഉണ്ട്. പിന്നെ എൻജിൻ ബ്രേക്കിംഗ് ലെവൽ 2-ലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ആഫ്രിക്ക ട്വിൻ. പിന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ട, കാരണം പറയാതെ തന്നെ നിങ്ങൾ പലർക്കും ഈ വണ്ടിയെപ്പറ്റി അറിയാൻ പറ്റുമായിരിക്കും. എങ്കിൽ അറിയാത്ത ആൾക്കാരോട് ഞാൻ പറയുവാണ്, ഇവൻ ഒരു മാരക വണ്ടിയാണ്.
സാധാരണ ഞാൻ ഡ്യൂക്കിൽ വന്നിട്ട് ആ ചാട്ടമൊക്കെ ചാടുമ്പോൾ ഞാൻ പറന്നു പോകാറാണ് പതിവ്. ഇവർ വന്നിട്ട് ഒന്നും അറിയുന്നില്ല. ആ ചാട്ടം ഞാൻ അറിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തെ സീറ്റ് ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് 850 mm ആണ്. നല്ല ടോൾ റൈഡേഴ്സിനൊക്കെയാണ് ഇത് ഏറ്റവും കംഫർട്ടബിൾ ആകുക. പിന്നെ ഒരു 5 feet 6 അതിനും താഴെയൊക്കെ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ് ആഫ്രിക്ക ട്വിൻ. പിന്നെ ഇപ്പോൾ കാണാം നമുക്ക് 6th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 6th ഗിയറിൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 60 താഴെ കൊണ്ടുവരാം. നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ സ്പീഡ് കുറഞ്ഞുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ഗിയർ ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മളധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ത്രോട്ടിലൊക്കെ കൊടുത്ത് രാജാവിനെ പോലെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ബാക്കി എല്ലാം അവൻ ചെയ്തോളും. ഞാൻ ബ്രേക്കിംഗ് ചെയ്തു നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ചെയ്തു. 2nd ഗിയറിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റിലെത്തി. പിന്നെ ഇതൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. ആൻഡ് ഇതിൻ്റെ ഗ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഫ്രിക്കൻ ട്വിനിൻ്റെ. മേ ബി ഇതിൻ്റെ ഒരു ഹയർ വേരിയൻ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ആ മോഡലിൻ്റെ ഗ്രണ്ടും എനിക്ക് ഇതിലും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സൗണ്ടൊക്കെ വേറെ രക്ഷയില്ല. ഇതിപ്പോൾ സ്റ്റോക്ക് സൈലൻസറാണ് എങ്കിൽ പോലും ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗണ്ട് എന്നാണ് ഒരു രക്ഷയില്ല. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു ബൈക്കേഴ്സിനെ സംബന്ധിച്ചോളം ഇയർഗാസം തരുന്ന ഒരു ടൈപ്പ് ഓഫ് ട്വിൻ സിലിണ്ടർ എഞ്ചിനാണിത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്സ് എന്ന് പറയുന്നത് ട്വിൻ ഡിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് പവറൊക്കെ അഡ്യൂക്കേറ്റ് ആണ്. യാതൊരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ബ്ലോക്കുണ്ട്. എന്താണെന്നറിയില്ല. വീക്കെൻഡായിട്ട് ഇത്രയും ബ്ലോക്കൊന്നും വരാൻ പാടില്ല. വണ്ടിക്ക് റൈറ്റ് പുള്ളോ ലെഫ്റ്റ് പുള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല നിമ്പിളാണ് വണ്ടി. ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് ഇതുണ്ട് ഫ്ലിക്ക് ചെയ്യാനൊന്നും ഒരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് ഫ്ലിക്ക് ചെയ്യാം. ഇത്ര നേരം ഞാൻ ഓടിച്ചിരുന്നത് നോർമൽ ഡ്രൈവ് മോഡിലാണ്. നമുക്കിതിനെ സ്പോർട്ട് മോഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടൊന്ന് ഓടിച്ച് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇത്രയും ട്രാഫിക്കിനിടയിൽ സ്പോർട്ട് മോഡിട്ട് ഓടിക്കാനും പറ്റില്ല. പിന്നെ നമ്മുടെ ഇവിടെ അധികം ഓവർ സ്പീഡൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഗ്യാപ്പിൽ വെച്ച് ചുമ്മാ ഒന്ന് കൈകൊടുത്തപ്പോൾ തന്നെ വണ്ടി സിമ്പിളായിട്ട് 140 130 140 സംതിങ് അടിച്ചെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി സ്പീഡ് ശ്രദ്ധിച്ചില്ലായിരുന്നു. കാരണം അറിയുന്ന പോലും ഇല്ല. കൈ കൊടുക്കുന്നു, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അങ്ങ് കയറി പോവുകയാണ് സിമ്പിളായിട്ട്. വീണ്ടും ഒരു ബ്ലോക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ സ്പോർട്ട് മോഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. സ്പോർട്ട് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഗിയർ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഹൈ റെവ്സിലായിരിക്കും നമ്മുടെ സ്പോർട്സ് മോഡിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ ഗിയറിൻ്റെയും മാക്സിമം പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാപ്പിംഗ് ആയിരിക്കും. നമുക്ക് എന്തായാലും സ്പോർട്ട് മോഡിലിട്ടൊന്ന് ഓടിച്ചു നോക്കാം. ഓ മൈ ഗോഡ്. ഓഹോ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. 3rd ഗിയറിൽ തന്നെ ഈ സാധനം 100 ക്രോസ് ചെയ്യും ഗൈസ്. സീനാണ്, വൻ സീനാണ്. ഓക്കെ,
മാരകം. എൻ്റെ പൊന്നോ, അന്യായ ഫീല്. ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻസ് അല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിലവിളി ഇംപ്രഷൻസ് എന്ന് വേണം പറയാൻ. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ് മാൻ, കിടിലം. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ, സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. റൈഡർക്ക് മാക്സിമം എർഗണോമിക് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അപ്രൈറ്റ് ആണ്, ഫുട് പെഗ് നേരെ താഴെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കാലൊക്കെ ഫുള്ളി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഗിയറിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, കിടിലം ക്വാളിറ്റിയാണ്. ഇതൊരു 2019 മോഡൽ വണ്ടിയാണ്, പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഷേപ്പും കളറും അതിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ഹരിയെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണ്. പിന്നെ ഇതിനാകെയുള്ളൊരു നെറ്റ് പിക്കിംഗ് ആയിട്ട് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോഴും ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്യുമ്പോൾ കണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ നട്ടും ബോൾട്ടൊക്കെ ചെറുതായിട്ടൊന്ന് തുരുമ്പടിച്ചിട്ടുണ്ട്. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ്, ഐ മീൻ എവറി സിംഗിൾ ബൈക്ക് വിൽ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ അതൊരു നെറ്റ് പിക്കിംഗ് എന്ന് വേണേൽ പറയാൻ പറ്റുള്ളൂ. നമ്മളതും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണ്, കറക്റ്റായിട്ട് എന്താ പറയുക, ഓയിലൊക്കെ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ വീടാണെങ്കിലും ശരി, ഹരിബ്രോയുടെ വീടൊക്കെ ആണെങ്കിലും ശരി, അല്പം കോസ്റ്റൽ സൈഡാണ്, അപ്പോൾ ഒരു സോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള റസ്റ്റിംഗ് ആണ്, അതും ഇത്രയും വർഷമായില്ലേ, അപ്പോൾ അതൊരു സീനേ അല്ല. ഇതൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. സാധാരണ ട്വിൻ സിലിണ്ടർ എഞ്ചിനൊക്കെ ഒരു അല്പം റിഫൈൻമെൻറ്റ് ഇഷ്യൂസ് കാണുന്നതാണ്, അല്പം. ബട്ട് ഇതൊരു 998cc എഞ്ചിനായിട്ടും ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. പിന്നെ ഇത്ര നേരമായി, ഞാനിപ്പോൾ ഒരു ഹാഫ് ആൻ അവറിനടുത്ത് ആവുന്നു വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഇപ്പോഴാണ് ചെറുതായിട്ട് എൻ്റെ കാലിലേക്ക് ഹീറ്റ് അടിച്ചു തുടങ്ങുന്നത്. അതിന് റൈറ്റ് സൈഡിലാണ് എനിക്ക് കൂടുതലായിട്ട് ഹീറ്റ് ഫീൽ ചെയ്യുന്നത്. പിന്നെ കാര്യം എനിക്ക് തോന്നുന്നു, ഞാൻ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം ഇനി ഒരു ഗിയർ സിസ്റ്റമുള്ള വണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെന്നുള്ളത് തോന്നുന്നുണ്ട്. ചിലരൊക്കെ പറയും എനിക്ക് ഗിയർ മാറ്റി ഓടിക്കുന്നതാണ് ഇഷ്ടം, അതാണ് സുഖം എന്നൊക്കെ. പക്ഷേ എൻ്റെ പൊന്നോ, സത്യം പറയാമല്ലോ, ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇനി ഗിയറല്ല എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ഞാൻ വണ്ടി മാറി ഓടിച്ചു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം മിസ് ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സിസ്റ്റമാണ്. നമുക്കൊന്നുകൂടി ഒന്ന് കൈ കൊടുത്ത് നോക്കാം. ഓപ്പൺ റോഡൊന്നും അല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ COPT പാർക്കിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു സ്ട്രെച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ട്രെച്ചാണ്. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ CRCയുടെ മെയിൻ മീറ്റിംഗ് പോയിൻ്റാണിത്, കൊച്ചിൻ റൈഡേഴ്സ് ക്ലബിൻ്റെ. നമ്മൾ ഈ സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐ ആം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ഓപ്പൺ റോഡ്, മാൻ, അടിപൊളി. എനിക്ക് ഒരുപാട് ദൂരത്തേക്കൊന്നും, ഒരുപാട് ഔട്ടർ റോഡിലേക്കൊന്നും പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ബട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഓടിച്ച് നോക്കി ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് അബൌട്ട് ദ ബൈക്ക് ആൻഡ് മൈ വീഡിയോസ് in the comment section down below. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.